ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ആയിട്ട് ഒരു കറക്കം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയം പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയോടും അമ്മൂമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അതുകൂട്ടിനോട് ഞാൻ തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂട്ട് നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതേ സോച്ചേട്ടൻ ഇപ്പം എന്നെ കൊണ്ടാക്കുവാണ്. ഞാൻ നേരെ പപ്പിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. എന്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ദേ പപ്പിയുടെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പപ്പിയെ പോയി വിളിക്കാം. ഞാൻ വിളിച്ച് പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് പോയി നോക്കാം. പപ്പിയെ കിട്ടിയിട്ടുണ്ട്. അമ്മ ടോബിയാ? ആ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പ്രഭാമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ചൂടായിട്ട് ദോശ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാനും പപ്പിയും കഴിച്ചു. പപ്പി റെഡി ആയിട്ടില്ല, അത് റെഡി ആവാനായിട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടോബിക്കുട്ടനെ കണ്ടു. ടോബിക്കുട്ടനെ വെളിയിലായിരുന്നു, ആ സൈഡിൽ ഞാൻ വരുന്നതുകൊണ്ട് കെട്ടിയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോബിക്കുട്ടനോടും ടാറ്റാ ബാബിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ലാവുവിനെ വിളിക്കാനായിട്ടാണ്. ലാവുവിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്കിനി ലാവുവിനെയും കൂടി വിളിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് പോയാൽ മതി. അപ്പോൾ രണ്ട് വഴിയുണ്ട്, അടുത്തുള്ള ഒരു വഴിയുണ്ട്, പക്ഷേ ആ വഴി പൊളിച്ചിട്ടേക്കും. അതുകൊണ്ട് നമുക്ക് മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ഇനി നമുക്ക് ലാവുവിനെയും കൂടി വിളിക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമുക്ക് സൂവിലോട്ട് പോവാം. അപ്പോൾ ബാക്കിയുള്ളവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാട്ടോ. അപ്പം നമ്മളിനി അടുത്ത ആളിനെ വിളിക്കാനാവും. ഒരാളിനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളിനെ വിളിക്കാനായിട്ട് പോവാം. ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മള് വെയിലില്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ. കോവിൽ തൊഴുതിട്ട് രണ്ട് പെമ്പിള്ളേർ നിക്കണമെന്നാ. ആ അത് കൊള്ളാം. കോവിൽ തൊഴുതിട്ട് രണ്ട് പെമ്പിള്ളേർ നിക്കണമെന്ന് നമ്മളെ. ഞാൻ കുളിക്കാൻ അമ്പലത്തിൽ കയറാമോ? ഞാൻ മീനൊക്കെ വെട്ടി അടിച്ചിട്ട് അമ്പലത്തിൽ കോവിക്കൂലേ? ഇല്ല, ഞാൻ ഇടും. പറയണ്ടായിരുന്നു. അബദ്ധങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇനി സംഭവിക്കും. അപ്പോൾ ഞങ്ങൾ റോഡിലെത്തിയപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ എത്തും. ഇനി ഒരു 5-10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ എത്തും, പെട്ടെന്ന് എത്തും. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ എത്തും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കിക്കൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇനി ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും അവരും എത്തും. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ഒരു വൈബും പ്രത്യേക ഒരു സ്വഭാവമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സ്വഭാവം നമുക്ക് അവരുടെ അടുത്താണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണെന്ന് ആരും വിചാരിക്കരുത്. ഞങ്ങളെല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങളെപ്പോഴും കളിയും ബഹളമൊക്കെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങളെല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ കുറേ നാളായി ഈ ഒരു മ്യൂസിയം ഭാഗത്തൊക്കെ വന്നിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ അത് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. മ്യൂസിയത്തൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ അകത്തേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള 3 പേരെയും കൂടി വെയിറ്റിംഗ് ആണ്. ഇനി 3 പേരും കൂടി വരാനുണ്ട്. അപ്പോൾ അവരെയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹാപ്പി ലാൻഡ് വീഡിയോയിൽ ഇല്ലാത്ത ഒരാളും കൂടി ഇപ്രാവശ്യമുണ്ട്. മുഖം കണ്ടിട്ടുണ്ട്. ഇത്രയും നേരം മാസ്ക് ആയിരുന്നു, മുഖം കണ്ടിട്ടുണ്ട്. തനി സ്വഭാവം. ഇനി എല്ലാവരും തനി സ്വഭാവം കറക്റ്റായിട്ട് ഇതിടും. ഉറപ്പായിട്ട് ഞാൻ ഇതിടും എല്ലാം ഇടും. അന്നത്തെ ഹാപ്പി ലാൻഡ് ഇല്ലല്ലോ. ഹാപ്പി ലാൻഡ് പോയപ്പോ പറഞ്ഞില്ലേ, ഇടി നീ ഒന്നുപോലും കളഞ്ഞ. അതുപോലെ ഞാൻ ഒന്നുപോലും കളയത്തില്ല, എല്ലാം അതുപോലെ. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു. ഇതൊക്കെ ടിവിയിൽ വരും. ഞാൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ കൈയാണെങ്കിൽ ഒടിയാറായി. കൊള്ളാല്ലേ? ഞാൻ കുട്ടിയാണെന്ന് നിങ്ങൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് തന്നപ്പോ നിങ്ങൾ
നിങ്ങൾ നമ്മളെ എന്നെ കണ്ടില്ലേ? ഇവരായിരുന്നത്. ഞാൻ പിന്നെ വണ്ടി ഓടിക്കുന്ന തിടുക്കത്തിൽ നിങ്ങൾ ഞാൻ കണ്ട്, ഞങ്ങള് കണ്ടായിരുന്നു. മൂന്ന് മാരീഡ് 3 അൺമാരീഡ്. അതെ അതെ സത്യം. ഇനി അടുത്തത് ഉടനെ തന്നെ 2 പേരുണ്ട്. നടുക്കുള്ള ആളാണ്. ഞാൻ കല്യാണം ശ്രീജിത്തട്ട എല്ലാം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കല്യാണം കഴിച്ചില്ല, കൊച്ചുണ്ട്. അപ്പൊ നമ്മളിവിടെ കൂടണ്ട, നമ്മള് കൂട്ടൂല. നമുക്ക് 2 പേർക്ക് ആദ്യമാണ് അല്ലേ? ഒരു തൂവെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അതെ മാലാഹക്കുട്ടി. ഉടനെ ഉണ്ട് കല്യാണം. ഉടനെ ഉണ്ട് കല്യാണം. ആ അങ്ങനെ നമ്മള് മാത്രതായ പോയല്ലേ, നീയൊക്കെ അറിയണ്ടേ? പിന്നെ അല്ല, നമ്മള് മാത്രം അങ്ങനെ പെട്ടാ പോരാ, നിങ്ങളും പെടണം. കഴിഞ്ഞ വർഷം വരെ ഇവളും ഉണ്ടായിരുന്നു. അതെ അതെ അനുഭവിക്കാം. ഇറങ്ങിപ്പോയി. നമുക്ക് വേണ്ട. ഇനി എങ്ങോട്ടാണ് പോണേ? നമുക്ക് തണലത്ത് എവിടേക്ക് പോകാം. കമ്മിറ്റഡ്. നീ കണ്ടില്ല നീ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല, അവള് കണ്ടില്ല. കാണലെത്തിന് ഞാൻ കമന്റ് അടിച്ച് അങ്ങ് പോണത്. അതിലുണ്ട്, നീ കാണണം. ബാക്കി എല്ലാം കണ്ട് നിങ്ങൾ 2 പേരും മറ്റേ ചടങ്ങിൽ പോകണം, എല്ലാത്തിലും കമന്റ് ചെയ്ത് എല്ലാം ചെയ്ത് ചെറിയ ഷോർട്ട് കണ്ട്, ലോങ് വീഡിയോ കണ്ട്. ഇവള് ഞാൻ പറഞ്ഞ ലോങ് വീഡിയോ ഇവള് അടിച്ചടിച്ച് കണ്ട്, ഷോർട്ട് വീഡിയോ അടിച്ചടിച്ച് കാണാൻ. കാണണം. നിന്റെ ഒരു വീഡിയോ ഇവിടെ മിക്സ് ചെയ്യാൻ പറഞ്ഞ കളർ നീ എന്തിട്ടാത്ത? എടി അവൾ ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഏതെങ്കിലും തണലത്തോട്ട് പോവാം. തയ്യാറാണ്. പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഇന്നത്തെ അങ്ങനെ ഇട്ടാ മതി കാണാൻ പറ്റൂത് ഉണ്ടല്ലോ എല്ലാവും. അയ്യോ ഇതൊക്കെ കേക്കണുണ്ട്. ഇതൊക്കെ കണ്ട് അല്ലടി ഇത് വീഡിയോയില് വരും. ഇന്ന് പെട്ടെന്ന് ലാവണ്യനെ കെട്ടിച്ചു. സബ്സ്ക്രൈബർ ആരെങ്കിലും തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അല്ല ഇത് എത്ര വയസ്സുണ്ട്? 23 22 23 വയസ്സുള്ള വെളുത്ത സോറി നീ 2000-ലാണ്. 2000 ഏത് മാസം? മൂലം നക്ഷത്രം, കറുത്ത ചന്തി, വെളുത്ത മൂലം, 4 വെള്ളയാ, 4 മുഖം, 4 മുഖം വെളുത്ത മൂലം. ഇതൊന്നും ഇടരുത് പാറു. നീ എന്താ പിള്ളേരെ എങ്ങനെയൊക്കെ വായിന്ന് പറഞ്ഞു. നമ്മള് മാനേജറോട് അതുകൊണ്ട് നമ്മൾ പറയേ ഇവളുടെ മാത്രം മ്യൂട്ട് ചെയ്യില്ല, ബാക്കിയെല്ലാം മ്യൂട്ട്. അതൊക്കെ നിന്റെ വായിന്ന് പറഞ്ഞതല്ല സ്പെഷ്യൽ കണ്ടന്റ് ആണ്, അതിന് കോപ്പി റൈറ്റ് ഒന്നുമില്ല. നമ്മൾ എന്തിനാണ് ഇവിടെ തന്നെ നിക്കുന്നത്? എന്തിനാണ് നീ അല്ലേ പറഞ്ഞ അവിടെ തിരക്ക്, നമുക്ക് ഇവിടെ അവിടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ തണല് എടി വിശക്കനടി പോവാ വിശന്ന് കഴിഞ്ഞാൽ എല്ലാരും നേരത്തെ പോവും. കൊടു ഓ 2 പേര്. ഇത് നമുക്ക് ഇൻട്രോ ഇടാം. എനിക്ക് ഓർമ്മയില്ലാത്ത ഫ്രം രാമചന്ദ്ര. ഓ നമുക്ക് എങ്ങോട്ട് പോവാം? അതില് പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. പേരെന്തോ എഴുതി വെച്ചേക്കുന്നത്? ബംബിളി നാരങ്ങയല്ല, ഇത് വിശക്ക. എല്ലാം വിശക്ക. ഇതൊക്കെ വാരി തിന്നു കഴിഞ്ഞുണ്ടല്ലോ.
അപ്പോൾ ഇവർ മൂന്നുപേരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് വന്നത്. അപ്പോൾ മൂന്നുപേർക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല, കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയേക്കുവാ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടിക്കറ്റ് എടുക്കാമെന്ന്. അങ്ങനെ ടിക്കറ്റിന് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് 30 രൂപയാണ് നമുക്ക് ഇവിടെ കയറാനായിട്ട്. 30 രൂപയാണ് സൂല് കയറാനായിട്ട്. പിന്നെ ഹെൽമെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ കയ്യിലൊരു സ്പീക്കർ ഉണ്ടായിരുന്നു പപ്പിയുടെ കയ്യിൽ. അങ്ങനെ അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ നമ്മൾ അകത്തേക്ക് കയറും കേട്ടോ. ഭയങ്കര വെയിൽ, വല്ലാത്ത അഹങ്കാരമായി. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞ മക്കളെ വെയിൽ കൊള്ളല്ലേ, അതുകൊണ്ട് ഞാൻ ഒട്ടും വെയിൽ കൊള്ളാണ്. വല്ലാത്ത അഹങ്കാരമായി പോയി. ചില്ലറ അഹങ്കാരമൊന്നുമല്ല. അവർക്ക് കൈവേനിക്കുള്ള എൻ്റെ തരും. പിന്നെ നമുക്ക് കുറേ നേരം വെയിറ്റ്. അവര് രാവിലെ ഫുഡ് കഴിച്ചില്ല, അപ്പം അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടൊക്കെ നിൽക്കാം. വലിയ തിരക്കൊന്നുമില്ല ഇന്ന് ബുധനാഴ്ച തിരക്കൊന്നുമില്ല. തിരക്ക് പൊതുവെ കുറവാ. അങ്ങനെയൊക്കെ ആയിരിക്കും. അകത്തിന് വല്ലതും കാണാനുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. വർഷങ്ങൾക്ക് മുന്നേ വന്ന സംഭവങ്ങളാണ്. കുറെ കുരങ്ങന്മാര് കാണും. പിന്നെ വേറെന്താ, കുറെ മാന് കാണും. മാൻ ഇഷ്ടം പോലെ കാണും, അത് ഉറപ്പാണ്. കുറെ മാന് കാണും, കുറെ കുരങ്ങന്മാര് കാണും. ബാക്കിയുള്ളവരൊക്കെ അടുത്താ ഇതെന്ത് ചിമ്പാൻസിയോ? കഴിക്കാൻ വേണ്ടി തന്നെ കുഴപ്പമില്ല. എന്നെ ചീത്തയും വിളിച്ചോണ്ട് വരുവാണ്. ഇതെന്ന് വെച്ചാൽ ഇനി 10 രൂപ കൊടുക്കാണ്ടത് ഞാൻ കൊടുക്കാം. എൻ്റെ 20 90 ഉണ്ട്. 10 രൂപ ബാലൻസ് അതും കൂടെ ചേർത്ത് ഞാൻ 30. അവർക്ക് 10 രൂപ ഞാൻ കൊടുക്കും. ചേഞ്ച് ഇല്ല. കറക്റ്റ് പൈസ കൊണ്ടുപോയാ പോരെ? ടിക്കറ്റ് എടുത്തിട്ട് വരാം. 6 പേർക്കുള്ള ടിക്കറ്റ്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ വിളിക്കാനായിട്ട് പോവാം. അവരെ വിളിച്ചിട്ട് നമുക്ക് നേരെ സൂവിനകത്തോട്ട് കയറാം. അപ്പോൾ ഇപ്പം തന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വെയിലടിച്ച് നമ്മൾ ഒരു വഴിയാവും. കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞോ. കൊള്ളൂല്ലേ? കഴിക്കുമ്പോൾ ഒന്നും മിണ്ടാത്തൊരു കുട്ടിയാണത്. എന്ത് ജ്യൂസാണ് കൊള്ളൂല്ലാത്ത? പച്ചവെള്ളത്തിനകത്ത് ഉപ്പ് പഞ്ചസാര ഇട്ടുണ്ട്. പൈനാപ്പിളിന്റെ ചെറിയൊരു എസൻസ് വെച്ച് എന്റെ വിശപ്പ് കാരണം ഞാൻ പെട്ടെന്ന് തിന്നു. എടി നീ ഹെൽമെറ്റ് വണ്ടിക്കകത്ത് വെക്കാത്ത എന്തായിരുന്നു? കയറില്ലേ? എടുത്തോണ്ട് പോകും, അതുറപ്പാണ്. അവളെ പിടിച്ചോണ്ട് ചൂടില്ലല്ലേ പപ്പി? ചൂടില്ലാത്തോണ്ടാ. ജ്യൂസൊക്കെ കുടിച്ചാ? അത് നോക്ക്, ഇത് നോക്ക്, സ്വെറ്ററും തോറ്റു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം നമ്മളിത് ഈ സൂരത്തേക്ക് കയറാനായിട്ട് പോവാണ്. നമ്മുടെ എൻട്രിയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയൊരു ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗ് തുറന്ന് നോക്കുക, എന്തെങ്കിലും ബോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോ എന്ന്. അങ്ങനെ ബോട്ടിൽ വെള്ളങ്ങളൊന്നും കൊണ്ടുപോകത്തില്ല, അവരകത്ത് കയറ്റത്തില്ല. അല്ലാതെ നമ്മുടെ ക്വാളിറ്റിയുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ കയറാൻ പോകുന്നത് പാറുവിന്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീട്ടിൽ പക്ഷേ ശ്രീയുണ്ട്, എല്ലാവരും ഉണ്ട്. അതെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അതിഥികളുടെ 2 ഫ്രണ്ട്സാണ് നിൽക്കുന്നത്. അതിഥികളെ ഞങ്ങളിപ്പോൾ ഉടനെ കാണിച്ചു തരാം. അവർ താഴെ നിൽക്കുന്നു, അവരുടെ ഫ്രണ്ട്സും മരത്തിന്റെ മുകളിൽ നിൽക്കുന്നു. ഓക്കേ, അപ്പം നമ്മൾ സൂവിനകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 2 പേരുടെ സുഹൃത്തുക്കൾ, അത് ദോ വരുന്നു. നിങ്ങളെയാണ് ദാ പോകുന്നു അവർ, രണ്ടുപേരാണ് പറയണേ. ദാ പോകുന്നു അവർ. എവിടെ? ഡെയിലി 500 തന്നിരിക്കും. അത് കുറവില്ല, 500 ഊഞ്ഞാല് വരെ ഉണ്ട്. ഞാൻ ഇതിരുന്നു മണിക്കൂർ 500 ആണെങ്കിൽ ഞാനിരിക്കും. ഗായ്സ്, ലാവുവിന്റെ നിഗമനം അനുസരിച്ച് ആ നിക്കണ എല്ലാം മഹാഗണിയും. മക്കളെ മഹാഗണി ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്താണ്, അവരൊന്ന് കാണട്ടെ. ഇതാണ് മഹാഗണി. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എവിടെ? ഇതാണ് മഹാഗണി. നമ്മളെ കൂട്ടത്തിലുള്ള ലാവ് കണ്ടുപിടിച്ചതാണ് മഹാഗണി. മഹാഗണികൾ എവിടെ? അടുത്ത മഹാഗണി കാണാൻ പോയി. ഇതിന്റെ പേരെന്താണ്? അത് മഹാഗണി. അത് നമുക്ക് മാമിയിൽ ജോലി ചെയ്തിരിക്കുന്ന മാമിയിൽ 2 വയലില്ല. ചേട്ടൻ്റെ കൂടെ എവിടെ പോയ സമയത്ത് നല്ലതല്ലാതെ പടി ഷൂ ഞാനേ ആ കാലേനെ ചവിട്ടിയാ മഹാഗണി. മണി എങ്കിൽ മണി കൊരങ്ങനെ കണ്ടില്ല ഇവിടെ. കുറെ നേരം കൊണ്ട് എന്നെ നോക്കി സാധനം കാണാൻ. കൊരങ്ങനെ കണ്ടില്ലതായിരിക്കും. എന്റെ ശാന്ത ശാന്ത അതിനെ എടുത്തെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം അങ്ങോട്ട്. ആ ഇരിക്കണതാണ്. അത് നേരത്തെയാണ്. നല്ല രസമുണ്ട്. ഏട്ടായി കോഫി ഏട്ടായി കോഫി. എനിക്ക് പാർലർ ചെയ്യണം. ഉണ്ടെങ്കിൽ വെറും യാദർശികം മാത്രം. ഇതും ആരെ കാണുന്നെങ്കിലും കമന്റില്ലോ. ഇത് മറ്റേ ഇതല്ലേ ഞാറക്കല്ലേ? ഞാറല്ല. ഞാറല്ലേ? പക്ഷെ എന്തായാലും കഴിക്കണം. എന്തോ മഹാഗണി ആയിരിക്കും ചിലപ്പോ. ഇന്ന് ലാവുന് ഊപ്പി പോലെ കുന്നിരിക്കാം. പോയക്കണ ഇവരൊക്കെ മൂട്ടിലിട്ടെന്ന് പറയില്ല, അതുപോലെ. അമ്മ പറയായിരിക്കുന്ന ചേട്ട അവിടെ ആയിരിക്കണം. ഞങ്ങള് ഭയങ്കര ഇതായിരുന്നു. ഞാൻ നിന്നെ വിളിച്ചത്, വീഡിയോ കോൾ വിളിച്ചത് നിന്റെ ഇവളെ വീട്ടിൽ പോയിട്ട് തിരിച്ചു എന്റെ അന്ന്. അതിന്റെ ചേട്ടനും അമ്മയൊക്കെ ഇരിക്കുന്നു. ഞാൻ പിന്നെ അവർക്കൊന്നും അറിഞ്ഞിട്ട് നമ്മൾ മറ്റേ അന്ന് എല്ലാരും കൂടെ വീഡിയോ കോൾ വിളിച്ചില്ലേ സാരി കാണിക്കാൻ അപ്പുന്റെ? അന്ന് ഞാൻ എടുത്തില്ല. അന്ന് നീ എടുക്കണത്. ഞാൻ കോളേജ് ഇരുന്നപ്പോഴാണ്. ബാക്കിയുള്ള ദിവസം മലപ്പുറം എടുക്കാത്തില്ല. അതെ പ്രിയങ്ക എവിടെ പോയി? എടി ഇതില് കാണാൻ എന്നെ നല്ല ഭംഗിയേടി. ക്യാമറ ഇവിടെ ആണല്ലേ, ഞാൻ ഇവിടോട്ട് പോയി കോങ്കണ്ണ. എനിക്കിതിൽ നല്ല ഫോട്ടോ എടുക്കണം കേട്ടോ. മേളിൽ കുരങ്ങനെയും കിളികളെയും ഒക്കെ കണ്ടിട്ട് ഞങ്ങളിത് താഴോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഡാൻസ് പഠിച്ച് അതിന് കളിക്കാനായിട്ട് പോവാണ്.
എനിക്കിത് പോണം. കുഴപ്പമില്ല, സെറ്റാ. മുകളിൽ ഇങ്ങനെ അടിക്കണം. എനിക്ക് അതാണ് വരാത്തത്. ഞാൻ ഓപ്പൺ ആക്കി. റെഡി 1 2 3 സ്റ്റാർട്ട്. പാട്ട് അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് താഴത്തേക്ക് വന്നപ്പോൾ അവിടെ സിംഹത്തിനെ കണ്ടു. സിംഹത്തിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതേ താഴേക്ക് പോവാണ്. ഇനി ഇതൊക്കെ കളിച്ച് ക്ഷീണിച്ച് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ല. അപ്പം അതുകൊണ്ട് നമ്മളിത് അവിടെ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് പോകണം. വെള്ളം കുടിച്ചാ ആരെങ്കിലും അമ്മയ്ക്ക് തന്നാ സുഖമായിട്ട് കുടിച്ചു പോവാം. ഞാൻ അമ്മയ്ക്ക് തരണി കുടി. കുടിച്ചാ നിങ്ങൾ കുടിച്ചാ കുടിവെള്ളം. തീരെ ചൂടില്ല. കുടിവെള്ളം ഇതുണ്ട്, പക്ഷെ കപ്പ് കയ്യില് വേണം കുടിക്കാൻ. ആരോ അടിച്ചോണ്ട് പോയി. വെള്ളം കുടിച്ചാ ഏത് രീതിയിൽ വെള്ളം കുടിക്കുന്നത് ഇപ്പൊ മനസ്സിലായിക്കോണം. എല്ലാരെ കാണാമോ? ഡാൻസ് കളിച്ച് തളർന്നു കൊണ്ടോ വെള്ളമൊക്കെ ഓടിച്ച് എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കിട്ടിയ പക്ഷെ ഗ്ലാസ് ഇല്ല കുടിക്കാൻ. വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഇല്ല. അത് നമ്മള് കൈവച്ച് കുടിക്കണം അല്ലേ? എമർജൻസി കോളൊക്കെ വിളിക്കണതാ പറഞ്ഞതാ വിളിച്ചത് ആരാ? ഞങ്ങൾ വേണമെങ്കിൽ ലൈവ് ലൊക്കേഷൻ അപ്പോൾ ഇതേ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുക. പുറത്തേക്ക് ഒന്നുമില്ല. ആന അങ്ങനെ ഒന്നും കാണാനില്ലായിരുന്നു. പിന്നെ എന്തോ കാണ്ടാമൃഗം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതവിടെ നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ അതിങ്ങനെ ചെളിയിലായിരുന്നു. പിന്നെ അതിങ്ങനെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് ദേ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാനുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കാണ്ടാമൃഗമൊക്കെ നിൽക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഫ്രണ്ടിൽ പിന്നെ മാന് അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. കാലൊക്കെ നല്ല വേദനയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇറങ്ങാം എന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുകയാണ്. ഇത് സാമ്പാർ ഡിയർ എന്നാണ് അതിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കാണ് വന്നത്. അങ്ങനെ ഇവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മൾ തണലുള്ളിടത്ത് കുറച്ച് കൂടുതൽ നേരം നിൽക്കും. തണലല്ല വെയിലുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അങ്ങനെ പോവും. അങ്ങനെ ആയിരുന്നു. അപ്പോൾ ദേ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങും.
സുബ്രഹ്മണി സുബ്രഹ്മണി അല്ല ലാവു, ഇത് ആര്? കരിമരം അല്ലേ? ഇവിടെ അത് അഗ്രസീവ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവയെ സിംഹത്തിനെ തിന്നുന്ന സാധനമാണ്. അത് ഇതിൽ കിടക്കുവോ എന്നാണ് കൂട് പൊട്ടിക്കുന്നത്. അന്ന് വിധിയാണ് എല്ലാത്തിന്റെയും. അമ്മ വാ നമുക്ക് പോവാം. അയ്യോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അത് കാണാൻ പറ്റത്തില്ലല്ലേ. ഓ മാൻ മാൻ ചിലപ്പോ അവിടെ ഒന്ന് പെറ്റി കാണൂലേ. ഇവിടെ ചെന്ന് കയറി നീ അപ്പൂന്റെ അവിടെ വാ. ഹായ് ബട്ടർഫ്ലൈ പാർക്ക്. പക്ഷെ ബട്ടർഫ്ലൈ എവിടെ? ഫ്ലൈ ഫ്ലൈ ബട്ടർഫ്ലൈ. ഫ്ലൈ. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിലൊക്കെ കയറി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങാനായിട്ട് പോവാണ്. ഇനിയിപ്പം നമുക്ക് പാമ്പുകളെയൊക്കെ കാണാനായിട്ട് പോവാം. ഇതാണ് നമ്മുടെ ചില ബന്ധുക്കളുടെ വീട്. കണ്ടോളൂ, കൂടിയ വിഷമുണ്ട്, കുറഞ്ഞ വിഷമുണ്ട്. കുറച്ച് റിലേറ്റീവ്സ് ഇവിടെയാണ് താമസിക്കുന്നത്. സോറി, ഇത് നല്ലൊരിതാണ്. ഇതിന്റെ വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ ഹാപ്പി ലാൻഡ് വ്ലോഗിൽ ഇവരൊക്കെ താഴ്ത്തി വിട്ടത് എന്നെ തന്നെയാണ്. പിന്നെ ഇവിടെ കിടക്കുന്നത് ഞങ്ങളെ കുറച്ച് ബന്ധുക്കളാണ്. എല്ലാരും കാണാൻ വന്നോളൂ. അച്ഛന്റെ ഫാമിലി ഉണ്ട്, അമ്മയുടെ. അപ്പം നമുക്ക് ഈ സർപ്പത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഗേറ്റാണ്. വേറെ ഇനി കാണാനായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എനിക്ക് വയ്യാണ്ടല്ലേ വന്നത് ഇങ്ങോട്ട് അഹങ്കാരം. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാൻ പോണു. ഇപ്പം സമയം എത്രയായി? 3. നമ്മൾ രാവിലെ 10 മണിക്ക് 10:30 കയറിയതാണ്. അപ്പം മണി 3 മണിയാവാൻ പോകുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെന്നെങ്കിലും സംസമുണ്ട്. അപ്പം നമുക്ക് പാളയത്ത് പോയിട്ട് സംസമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. എല്ലാവരും തളർന്നു വരുക. നമ്മൾ കയറുന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. ഈ സമയമായപ്പോഴത്തേക്കും നല്ല തിരക്കായിട്ടുണ്ട് അല്ലേ? നമ്മൾ കയറുന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. ഇപ്പം നല്ല തിരക്കായല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നിട്ട് വയ്യ. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. 6 കിലോമീറ്റർ നടന്നല്ലേ നമ്മള്. അതുപോലെ എനിക്ക് ഓയിലി സ്കിന്നാണ്, പിടിക്കണ്ട. പപ്പിയൊക്കെ എവിടെ? അതൊക്കെ വയ്യ. ഞാൻ പപ്പി എന്നാണ് പറഞ്ഞത്. നീയാണ് പറഞ്ഞ പട്ടി. പപ്പി വീഡിയോ വരുമ്പോ ഇതെല്ലാം കറക്റ്റ് കാണും. ഇല്ല അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞോട്ട് മക്കളെ. നല്ലത് ആലോചിക്കണം. ഇപ്പൊ ചീത്തയാണെങ്കിൽ അവള് നേരെ പറഞ്ഞേനെ. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെ കൂട്ടത്തില് ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടി ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. അതെ, നമ്മളെല്ലാരും ഒരേപോലത്തെ സ്വഭാവമാണ്. ഏകദേശം എല്ലാരും ഒരേപോലത്തെ സ്വഭാവമാണ്. അതെ, ചിലതൊക്കെ വാ കീറിയത്, ചിലതൊക്കെ കീറാത്തത് അല്ലേ? നമ്മളെ സ്വഭാവം അല്ലേ? മാസ്ക് വെച്ച് അയ്യോ ഏറ്റവും കൂറ അതാണ്. അയ്യോ പിള്ളേരെ ടീച്ചറിന്റെ സ്വഭാവം ഇത് വരുന്നതോടുകൂടി ടീച്ചർ പിള്ളേർക്ക് മനസ്സിലായി. അപ്പോൾ ഇതേ നമ്മൾ ഗേറ്റിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, പിന്നെ വലിയ നെല്ലിക്ക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ നെല്ലിക്കയും മാങ്ങയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം. നല്ലത് ഏതാണെന്നൊക്കെ നോക്കി അങ്ങനെ അത് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല പുളിപ്പായിരുന്നു. നെല്ലിക്ക അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ മാങ്ങ നല്ല പുളിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം.
അതങ്ങ് ഒരുമാതിരി ആയിപ്പോലെ. കുഞ്ഞമ്മയുടെ കട ഇവിടെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ അവിടെയും കൂടി കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മ ഞങ്ങൾക്ക് സോഡാ നാരങ്ങ തന്നു. അങ്ങനെ അത് കുടിക്കാനായിട്ട് പോവാണ്. നല്ല ഈ ചൂടത്തുനിന്ന് വന്നപ്പോൾ തണുത്ത സോഡാ നാരങ്ങ കുടിച്ചപ്പോൾ അയ്യോ ഭയങ്കര സുഖമായിരുന്നു. അങ്ങനെ അത് കുടിച്ചു. ഇത് രണ്ടുപേരും കൂടെ കുടിക്കും. പ്രീതമ്മ സോഡ നാരങ്ങ അടിപൊളിയായിട്ടുണ്ടാകും കേട്ടോ. സോഡ നാരങ്ങ ഭയങ്കര ടേസ്റ്റാണ് പ്രീതമ്മേരെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിർത്താതെ ഇങ്ങനെ കടകടാന്ന് കുടിക്കണം. ഞാൻ കുടിക്കും, പക്ഷെ ഇന്ന് കുടിച്ചാൽ ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റൂല. നല്ല മധുരവും. ഇങ്ങോട്ട് ഇറക്കും. അമ്മ പോയിട്ട് വരാമ. ആര് ഞാനാ? ഓക്കെ പൈസക്കാരി. അയ്യോ ബോൾ ഗ്രേപ്പ് കുടിക്കാൻ പറ്റൂല, ടോൺസിലേറ്റ്. ബോൾ ഗ്രേപ്പ് കുടിച്ചാണ് എനിക്ക് ടോൺസിലേറ്റിന്റെ അസുഖം വന്നത്. എന്റെ പൊന്നപ്പ, അത് തണുത്ത ബോൾ ഗ്രേപ്പ്. എവിടെയാണ് കയറണേ? ഇവിടെയാണോ? വെജ് ഉള്ളിടത്ത് കയറണേ, വെജും കൂടെ ഉള്ളിടത്ത് കയറണേ. അമ്മേ അമ്മേ അമ്മേ. ഇത് കണ്ട നീ പറ മ്യൂട്ടാക്ക. മറ്റൊന്നും ഞാൻ മ്യൂട്ടാക്കും. ഇത് മ്യൂട്ടാക്കാം. ഞാൻ കുടിച്ചില്ല. കഴിക്കാം. അതിവിടെ കഴിക്കുമ്പോ തന്നെ തീർന്നോളും.
നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇവരെല്ലാരും പോവാണ്. അപ്പൊ പോണവരൊക്കെ ബൈക്ക് പറഞ്ഞ നമ്മള് പോണില്ല, നമ്മള് കൂടെ കാണും. ഞങ്ങള് പോണം. അപ്പം മക്കളെ എവിടെ ഏത് വഴി പോണ നീ? ഇതുവഴിയല്ലേ? ആ മക്കളെങ്ങനെ പോണ? ബസ്സിലല്ലേ? ഇതുവഴി പറ്റൂല മക്കളെ. ദൂരാണ്. അപ്പു ടാറ്റ പറ. ബൈ. നമുക്ക് നെക്സ്റ്റ് മന്ത് ആണോ? ആ ഓക്കെ ബൈ. ഇനി അടുത്ത മാസം ഇങ്ങനെ ഓരോരുത്തരായിട്ട് തൊഴിൽ. നമ്മൾ ഓരോരുത്തരായിട്ട് തൊഴിഞ്ഞു തുടങ്ങി. ഇനി നമ്മൾ 3 പേര് അടുത്തോട്ട് വരൂ. 2 പേര് നമ്മൾ 3 പേര്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിപ്പിക്കുക. ഇപ്പൊ ഇവര് 2 പേരും ഇപ്പൊ ഒരുമിച്ച് പോവും. ഞാൻ ഇപ്പൊ ഇവിടുന്ന് വേറെ ബസ്സിൽ പോകും. അപ്പം ഞാൻ അവിടെ നിന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. അപ്പം ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.